വടകര കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പിനെതിരെ സമരം ശക്തമാക്കാൻ LDF. തിങ്കളാഴ്ച മുതൽ വടകര RD ഓഫീസിന് മുന്നിൽ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കും. സമരപ്രഖ്യാപനം കൺവെൻഷൻ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. സമിതിക്ക് കീഴിലുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെയാണ് LDF നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രത്യക്ഷ സമരം ആരംഭിക്കുന്നത്. തട്ടിപ്പിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക, നിക്ഷേപം നഷ്ടപ്പെട്ട് മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, വഞ്ചിക്കപ്പെട്ട മുഴുവൻ നിക്ഷേപകർക്കും പണം തിരികെ നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹം. വടകരയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇതിന്റെ മറ്റു വശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. വഞ്ചിക്കപ്പെടുകയാണ് എന്നതിൽ നിന്നുണ്ടായ നിരാശ അദ്ദേഹത്തിന്റെ മൊഴിയിലും അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പിലുമെല്ലാം കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ മരണത്തിലൂടെ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളോട് ആരാണ് മറുപടി പറയേണ്ടത്? ആ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും അതിന്റെ നടത്തിപ്പുകാർക്കുമുണ്ട്. അതിന്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വമായ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. തട്ടിപ്പിനിരയായ നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തു. സമരസമിതിയും രൂപീകരിച്ചു. MT രാജൻ ചെയർമാനായും KC പവിത്രൻ കൺവീനറായും പ്രവർത്തിക്കും. തിങ്കളാഴ്ച മുതൽ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വടകര RD ഓഫീസിന് മുന്നിലാണ് സത്യാഗ്രഹ സമരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.